എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല നാടൻ കള്ളൊക്കെ ഒഴിച്ച് കള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ് പറയണത്. ഞങ്ങൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങൾക്കൊക്കെ കള്ളപ്പവും പോത്തുകറിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ കള്ളപ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് അമ്മച്ചി തന്നെയാണ് കള്ളപ്പം ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെയാണ് അമ്മച്ചി കള്ളപ്പം ഉണ്ടാക്കണതെന്ന് ഞാൻ പറയാം. ഇന്ന് 1 കിലോ അരിയുടെ കള്ളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അരി രാവിലെ വെള്ളത്തിലിട്ട് കല്ലും നെല്ലൊക്കെ പെറുക്കി കളഞ്ഞ് വെള്ളത്തിലിട്ട് ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഉച്ചയൊക്കെ ആകുമ്പോൾ കൊണ്ടുപോയി പൊടിച്ച് വറുത്താണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ രാവിലെ അമ്മ കുതിർത്ത് വെച്ച അരി പൊടിച്ചു കൊണ്ട് വന്നതാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ പറയണത് ഇത് അതിൻ്റെ ഒരുപാടൊന്നും വറക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആ പച്ചപ്പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് പോയി ഒരു ചെറുതായിട്ട് പൊടി വറുത്ത മണം വരുമ്പോഴത്തേക്കും അത് വാങ്ങാം എന്നാണ്. അത് വാങ്ങിയിട്ട് പിന്നെ അത് തണുപ്പിക്കാൻ വെക്കണം. അത് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് അമ്മച്ചി കുഴയ്ക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ അരിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി ഇവിടെ 2 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് 1 പിടി ചെറിയുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീരകവുമാണ് വേണ്ടത്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് ആ ജീരകം എല്ലാം കഴുകിയിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങ പൊട്ടിച്ച വെള്ളമുണ്ട്, ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അത് നന്നായി ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. എന്നാൽ പിന്നെ ചതച്ചാൽ പോരാ, ഇച്ചിരി ഒന്ന് അരയ്ക്കുകയും വേണം. എന്നാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയും വേണ്ട. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്തത് നമുക്കിതിലേക്ക് കപ്പി കാച്ചി ചേർക്കണം. കപ്പി കാച്ചി ചേർക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് പൊടി എടുത്തിട്ട് ആ പൊടി ഒന്ന് കുറുക്കി അതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു 4 സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇച്ചിരി നന്നായി വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയതിന് ശേഷം അടുപ്പേ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. ഇച്ചിരി നേരം ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് അല്ലെങ്കിൽ മൂട്ടിലൊക്കെ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറുകി വരുന്നോടം വരെ നമ്മളിന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ശരിക്കും ഇപ്പം ഇത് മതി എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇത്രയും കുറുകിയത് മതി എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ശരിക്കും ആ പൊടി ഒന്ന് വെന്താൽ മതി. അതാണ് കുറുകി വരുന്ന പരുവം. ഒരുപാടങ്ങ് കട്ടയായി പോവുകയും ചെയ്യണ്ട. ഈ പരുവത്തിന് നിൽക്കണം. ഇതാണ് നമുക്ക് കുഴയ്ക്കാൻ വേണ്ട പരുവം എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇനിയിപ്പോൾ അമ്മച്ചി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വറുത്ത പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ മുഴുവൻ വറുത്ത പൊടി ഇട്ട് കൊടുത്തു. 1 കിലോ പൊടിയായിരുന്നു, അത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് അമ്മ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ അരച്ച് വെച്ചത് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് കള്ള് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തെങ്ങും കള്ളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പനങ്കള്ള് ചേർക്കണതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് അമ്മച്ചി പറയണത്. ഇപ്പോൾ പനങ്കള്ള് കിട്ടാനില്ല, അതുകൊണ്ട് തെങ്ങും കള്ള് മാത്രമേ ഇപ്പോൾ കിട്ടാനുള്ളൂ. അതുകൊണ്ടാണ് തെങ്ങും കള്ള് കൊണ്ട് ഉണ്ടാക്കണമെന്നാണ് അമ്മച്ചി പറയണത്. പിന്നെ നമ്മൾ ആ കുറുക്കി വെച്ചിരുന്ന പൊടിയും കൂടെ കുറുക്കിയത് ഇതിൻ്റെ കൂടെ ചേർത്തു. ഇനിയിപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ചേർക്കണം എന്നാണ് പറയണത്. നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുവോ അല്ലെങ്കിൽ ചോറ് ചേർക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കപ്പി കാച്ചിയതും കള്ളും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി എടുക്കണം എന്നാണ് പറഞ്ഞത് അമ്മച്ചി. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മുടെ പാകത്തിന് വെള്ളമാകുന്നത് വരെ കുഴച്ചെടുക്കണം. അപ്പം അങ്ങനെയാണ് അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മച്ചി കുഴച്ച് കഴിഞ്ഞു. അപ്പം ഇത്രയും വെള്ളം മതി എന്നാണ് അമ്മച്ചി പറഞ്ഞത്. ഇതാണ് അതിൻ്റെ പരുവം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ പുളിച്ചു പൊന്നുമ്പോഴത്തേക്കും കൂടുതൽ
വെള്ളമായി പോകും. അപ്പോൾ കള്ളപ്പം എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിക്കാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കട്ടിയോടെ നിൽക്കണമെങ്കിൽ ഈ പരുവത്തിന് മാവ് കുഴച്ച് വെച്ചാലാണ് കള്ളപ്പം ശരിക്ക് ആയി വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. ഇനിയിപ്പോൾ രാവിലെ ഒന്ന് പൊക്കി നോക്കാം എങ്ങനെയായെന്ന്. ഇപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കള്ളപ്പത്തിൻ്റെ. ഭയങ്കര മണമാണ്. അപ്പം നമുക്കിനി ഒന്ന് ചുട്ട് നോക്കാം അമ്മച്ചിയുടെ കള്ളപ്പം എങ്ങനെയുണ്ടെന്ന്. അമ്മച്ചിയുടെ കള്ളപ്പം പണ്ടേ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവ് അതിൽ നിന്ന് കോരിയെടുത്തു. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അമ്മച്ചി അടുപ്പയിലാണ് ദോശക്കല്ലൊക്കെ വെച്ചാണ് ഉണ്ടാക്കണത്. ഇപ്പം ഞാൻ ഉണ്ടാക്കണ കാരണം കൊണ്ട് ഞാൻ വേഗം ഗ്യാസിലോട്ടൊക്കെ വെച്ചാണ് ഉണ്ടാക്കണത്. അമ്മച്ചീനോട് പറഞ്ഞ അടുപ്പയിൽ വെച്ചുണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഗ്യാസിലേക്കാണ് വെക്കണത്. പിന്നെ എണ്ണ തേക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ ബ്രഷൊന്നുമല്ല, വാഴയുടെ കൈയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് എണ്ണ തേക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എണ്ണ തേക്കണത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചി അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യണത്. അപ്പം ഞാൻ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഹോള് വരുന്നതനുസരിച്ചാണ് കള്ളപ്പം എങ്ങനെയാണ് നല്ല സൂപ്പറായോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കള്ളപ്പത്തിന് ഹോളൊക്കെ വരുന്നുണ്ടോയെന്ന്. ഇതിപ്പം നന്നായിട്ട് ഹോളൊക്കെ വീണിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് കള്ളപ്പം. അപ്പോൾ ഇനിയിപ്പം ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ നിങ്ങൾക്ക് മറിച്ചിട്ടും ഉണ്ടാക്കാം, മറിച്ചിടാതെ ഉണ്ടാക്കാം. എനിക്ക് അതിൻ്റെ രണ്ട് വശവും ഇങ്ങനെ ആ ഒരു ബ്രൗണിഷ് കളർ വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊന്ന് മറിച്ചിട്ടു. അപ്പോൾ ഞങ്ങളുടെ കള്ളപ്പം ഇവിടെ റെഡിയായി. അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം കൂടെ ചുട്ട് നോക്കുവാണ്. പിന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് ഇത് മറിച്ചിടാണ്ടും ഉണ്ടാക്കാം. അപ്പം നമുക്ക് മറിച്ചിടാണ്ടും കൂടെ ഒരെണ്ണം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു. അപ്പോൾ ഇങ്ങനെ പരത്തേണ്ട കാര്യമില്ല. ഞാൻ ഇച്ചിരി പരത്തിയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി വലുതാക്കി പരത്തിയാണ് എടുക്കുന്നത്. കാരണം പിള്ളേർ ഇത് കഴിക്കണമെങ്കിൽ ഇച്ചിരി കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് അവർക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി പരത്തിയത്. നിങ്ങളത് പരത്തേണ്ട കാര്യമില്ല. സാധാരണ കള്ളപ്പം തവിയേന്ന് വീഴുമ്പോൾ എന്തോരാണോ അത് ഒഴുകി വരണത് അത്രയേ വരാറുള്ളൂ. അപ്പോൾ അത്രയും മതി. സാധാരണ അങ്ങനെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ പിള്ളേർക്ക് ഇച്ചിരി കട്ടി കുറഞ്ഞതായി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഞാനിപ്പോൾ മറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഒരെണ്ണം മറിച്ചിടാണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറയാം. അതിന് മറിച്ചിടാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് കോരി ഒഴിക്കണം. അത് കഴിഞ്ഞ് അത് പതുക്കെ അതിനൊന്ന് ഹോളുകൾ വീണ് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒരടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ആവി കയറിയാൽ മതി. അപ്പോഴത്തേക്കും അത് വെന്തിരിക്കും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ അതിന് ഹോളുകളൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ ആ പച്ചപ്പ് കളറൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പം വെന്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ മറിച്ചിട്ട അപ്പത്തിൻ്റെയാണ്. 2 വശവും ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. മറിച്ചിടാത്ത അപ്പത്തിൻ്റെ ഒരു വശം മാത്രമേ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുള്ളൂ. ഒരു വശം അങ്ങനെ വൈറ്റ് കളറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അമ്മച്ചിയുടെ കള്ളപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മച്ചി. അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. ബൈ.